എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഉത്സവം 10ാം ദിവസമാണ്. ഇന്നത്തെ വീഡിയോയിൽ ഗുരുവായൂർ അമ്പലത്തിലെ കാഴ്ചകളും പിന്നെ ഭഗവാന്റെ ഒരു കഥയും പിന്നെ കുറച്ച് വിശേഷങ്ങളും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് ഇന്ന് ഉത്സവം 10ാം ദിവസമാണ്. അങ്ങനെ 10 ദിവസങ്ങൾക്ക് ശേഷം ഉത്സവം കഴിയാണ് ഇന്ന് സമാപിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഭഗവാന്റെ അതിവിശിഷ്ടമായ ആറാട്ട് ഇന്നേ ദിവസമാണ് നടക്കുന്നത്. അപ്പോൾ ആറാട്ടിനെ കുറിച്ച് അറിയേണ്ടവരൊക്കെ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് അറിയേണ്ടവരൊക്കെ അത് പോയി കണ്ടോളൂ കേട്ടോ. പിന്നെ ഒന്ന് ലിസ്റ്റ് പറയുകയാണെങ്കിൽ സർവ്വലോക ശമനത്തിനും അത്യുത്തമമായിട്ടുള്ള കാര്യമാണ്. സാധിക്കുന്നവരൊക്കെ പോയി കുളിച്ചോളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഇന്നലെ നമ്മൾ നഗരപ്രദക്ഷിണത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പള്ളിവേട്ടയും ഇന്നലെ തന്നെയായിട്ട് നടന്നത്. അത് വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല. ഇന്നലെ പള്ളിവേട്ട ഏകദേശം 1 മണിക്ക് ഒക്കെ കഴിഞ്ഞു ഏകദേശം കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും ഓരോ വേഷങ്ങൾ കെട്ടി അങ്ങനെ നല്ല ഒരു ഉത്സവത്തിൻ്റെ ഞാൻ പറയാമല്ലോ, സത്യത്തിൽ ഈ 2 ദിവസങ്ങളാണ് സത്യത്തിൽ നമ്മൾ ആ ഒരു ഉത്സവം കുറച്ചുകൂടി ആഘോഷിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. എന്തായാലും അപ്പോൾ എല്ലാവർക്കും ഇനിയിപ്പോൾ ഈ ഒരു ഉത്സവത്തിന് വരാൻ സാധിക്കാത്തവർക്കൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത്. ഇനി വരാൻ സാധിക്കാത്തവർക്ക് അടുത്ത വർഷം വരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥ കേൾക്കാം അല്ലേ. അപ്പോൾ ഭഗവത് ലീലകൾ എത്ര കേട്ടാലും നമുക്ക് മതി വരില്ല അല്ലേ. അപ്പോൾ ഒരുപാട് വട്ടം കേട്ടുള്ള കഥയാണെങ്കിലും വീണ്ടും അത് കേൾക്കുമ്പോൾ അത് വേറൊരു കഥ, വേറൊരു അനുഭവമായിട്ടായിരിക്കും നമുക്ക് തോന്നുക. അപ്പോൾ നമുക്ക് നമ്മുടെ വൃന്ദാവനത്തിലേക്ക് ഒരു യാത്ര പോവാം അല്ലേ. ധാരാളം പശുപക്ഷികളും ഒക്കെയുള്ള അതിമനോഹരമായിട്ടുള്ള വൃന്ദാവനം. ഭഗവാൻ അവിടെ ജീവിക്കുന്നതുകൊണ്ടാവാം അവിടുത്തെ എല്ലാവർക്കും ഭഗവാന്റെ ഒരു പ്രതീതി ഉണ്ട്. അതായത് അവിടെയൊക്കെ ഭഗവാനെ ചെറുപ്പമായിരിക്കുമ്പോഴും എപ്പോഴും അവിടെ എല്ലായിടത്തും ഭഗവാൻ ഓടിയിടക്കും. അതുകൊണ്ട് എല്ലായിടത്തും ഭഗവാന്റെ കാൽപ്പാദം ഉണ്ട്. ആ കാൽപ്പാദം ഒന്ന് ഏൽക്കാൻ വേണ്ടിയിട്ട് ആ വൃന്ദാവനത്തിൽ ഓരോ പശുപക്ഷികളും ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ ഒരു ആഗ്രഹം തീർത്തു കൊടുക്കാനാണ് ഭഗവാൻ എല്ലായിടത്തും ഓടി നടക്കുന്നത് കേട്ടോ. അങ്ങനെ അവിടെ ഭഗവാന്റെ കാൽപ്പാദം പതിഞ്ഞത് കൊണ്ട് അവിടെ എല്ലായിടത്തും വളരെ മനോഹരമാണ്. അത്രയും സുന്ദരമാണ് വൃന്ദാവനം കാണാനായിട്ട്. അപ്പോൾ അവിടേക്ക് ഒരു കാളയുടെ രൂപത്തിൽ അരിഷ്ടൻ എന്ന് പറയുന്ന ഒരു അസുരൻ വരികയാണ്. അപ്പോൾ അതായത് ഒരു വില്ലൻ്റെ ആഗമനം എന്ന് പറയുന്ന പോലെ അങ്ങനെ വന്ന് നിൽക്കുകയാണ് അരിഷ്ടൻ. അങ്ങനെ ഇത് ഓരോരുത്തരെ ഇങ്ങനെ വലിയ കാളയാട്ടോ അങ്ങനെ പേടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ നഖം ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ മാന്തുന്നുണ്ട് മണ്ണിലൊക്കെ. എന്നിട്ട് ആകെ പൊടി, വലിയതാണല്ലോ അതുകൊണ്ട് ആകെ പൊടിയൊക്കെ കുളമ്പ് വെച്ചിട്ട് ഇങ്ങനെ മാന്തുന്നുണ്ട്. അങ്ങനെ ആകെ പൊടിയൊക്കെ പറത്തുന്നു. അത് എന്തൊക്കെയോ ചെയ്യുന്നു, ശബ്ദം ഉണ്ടാക്കുന്നു. അങ്ങനെ ഇതൊക്കെ കണ്ട് പേടിച്ചിട്ട് അവിടുത്തെ ഗോപന്മാർ ഓടുകയാണ്, നിലവിളിക്കുകയാണ്. കുഞ്ഞു കുട്ടികളൊക്കെ ഇങ്ങനെ തട്ടിയിടുകയാണ്. ഓരോ വീടും സാധനങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ തട്ടിയിടുകയാണ്. അത്രയും ബലമുണ്ട് കേട്ടോ അതിന്, വലിയ കാളയാട്ടോ. അങ്ങനെ ഇതിങ്ങനെ തട്ടിയിട്ട് അവിടെ ആകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഗോപന്മാരെല്ലാവരും ഓടി അവിടുത്തെ നായകനായ ഭഗവാന്റെ അടുത്തേക്ക് വരികയാണ്. പിന്നെയാണ് നമ്മുടെ ഭഗവാനെ കാണിക്കുന്നത്. ഭഗവാൻ എന്താ ചെയ്യുന്നത്? തൻ്റെ കൂട്ടുകാരോടൊപ്പം, എത്ര വലിയ ആളായാലും ആ ഒരു കൂട്ടുകാരോടൊപ്പം സൗഹൃദത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് ഗോപന്മാർ ഇത്ര ദുഃഖത്തോടെയും പേടിയോടും കൂടിയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് ഓടി വരുന്നത്. അപ്പോൾ ഭഗവാന് അവരെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. കാരണം ഭഗവാൻ ഓൾറെഡി അവിടെ റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ വരും അരിഷ്ടൻ എന്ന് അറിയാം ഭഗവാന്. അങ്ങനെ ഇവരെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. പിന്നാലെ അരിഷ്ടനോട് വരാൻ പറഞ്ഞു. അങ്ങനെ അരിഷ്ടനോട് സംസാരിക്കുകയാണ്. ബുദ്ധിയില്ലാത്ത വസ്തു, അങ്ങനെ വിളിക്കുക കേട്ടോ ഭഗവാൻ. കാരണം ഈ ഗോപന്മാരെയാണോ നീ ഉപദ്രവിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. നീ എന്നിട്ട് യുദ്ധം ചെയ്യൂ. അപ്പോൾ ഭഗവാൻ അവിടെ ഒന്ന് പ്രലോഭിപ്പിക്കുക കേട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. നീ എന്നിട്ട് യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്, വരൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് അരിഷ്ടനാണെങ്കിൽ ദേഷ്യം വന്നിട്ട്, അതായത് ഭഗവാന്റെ പ്രലോഭനത്തിൽ വഴങ്ങുകയാണ്. അങ്ങനെ അത് ഇങ്ങനെ യുദ്ധം ചെയ്യാനായിട്ട് ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ ആ ഒരു നല്ല സ്പീഡിൽ ആ കാളങ്ങനെ ഓടി വന്നു. ഭഗവാൻ എന്താ ചെയ്തത്? കൈ കൊണ്ട് ജസ്റ്റ് അതിൻ്റെ ആ ഒരു കൊമ്പുമ്പോൾ പിടിച്ചിട്ട് ഒന്നും ഉണ്ടി നോക്കുമ്പോൾ അത് 18 അടി പിന്നീക്ക് പോയി. അതായത് അത്രയും ശക്തി ഉണ്ടായിരുന്നു ഭഗവാൻ ഉന്തിയിൽ. പക്ഷെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് തള്ളിയ പോലെ ഉള്ളൂ. പക്ഷെ അരിഷ്ടൻ അത്ര ദൂരെ പോയി കിടന്നു. പിന്നെ അതിനെ എണിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഭഗവാന്റെ ലീലകൾ തുടങ്ങുമല്ലോ. ഭഗവാൻ അതുമേ ചവിട്ടി അങ്ങനെ അതിനെ യമലോകത്തേക്ക് അയക്കുകയാണ് ഭഗവാൻ.
അങ്ങനെ വൃന്ദാവനവാസികൾക്ക് എല്ലാവർക്കും സന്തോഷമാവുകയാണ്. അങ്ങനെ എല്ലാവരും ഭഗവാനെ, അവിടുത്തെ നായകനാണ് ഓൾറെഡി ഭഗവാൻ, ഭഗവാനോടുള്ള പ്രേമഭക്തി ഒന്നുകൂടി വർദ്ധിക്കുകയാണ് അവർക്ക്. അങ്ങനെ ഇനി ഈ സംഭവം നടന്നല്ലോ, ഇതറിഞ്ഞിട്ട് നാരദ മഹർഷി എന്ത് ചെയ്തു എന്നറിയോ? നേരെ കംസൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. അത് കംസനോട് ഇങ്ങനെ പറയാണ്, അത് ആ അരിഷ്ടനൊക്കെ, ആ വലിയ അസുരനായ അരിഷ്ടനെ കൊന്നു എന്ന് പറയാണ്. അങ്ങ് എന്താണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? അങ്ങേ കൊല്ലു എന്ന് ഒരു അശരീരി കേട്ടതല്ലേ? ആ കൃഷ്ണനാണ് അതൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കംസന് ഡൗട്ടായിട്ടോ, ഞാൻ ഈ വസുദേവരുടെയും ദേവകിയുടെയും എല്ലാ മക്കളെയും കൊന്നാണല്ലോ, പിന്നെന്താണ്? അങ്ങനെ ആ സമയത്ത് നാരദ മഹർഷി ആ സത്യം പറയുകയാണ്. അതായത് വസുദേവരുടെയും ദേവകിയുടെയും മകൻ തന്നെയാണ് കൃഷ്ണൻ. വസുദേവർ അത് തൻ്റെ ഉറ്റ സുഹൃത്തായ നന്ദഗോപരുടെ ഗൃഹത്തിൽ പോയി കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ വസുദേവരുടെ മറ്റൊരു ഭാര്യയായ രോഹിണിയിലുണ്ടായ മകനായ ബലരാമനും ഈ കൃഷ്ണനോടൊപ്പമാണ് താമസിക്കുന്നത്. ഈ രോഹിണിയും നന്ദഗോപന്റെ ഗൃഹത്തിനടുത്താണ് താമസിക്കുന്നത്. അങ്ങനെ എല്ലാ സത്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ കംസൻ ഇത് കേട്ടപ്പോൾ ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. കാരണം പണ്ട് ദേവകിയെ കൊല്ലാൻ വാളോങ്ങിയ സമയത്ത് കംസനോട് വസുദേവർ വാക്ക് കൊടുത്തായിരുന്നു, എനിക്ക് ജനിക്കാൻ പോകുന്ന എല്ലാ കുട്ടികളെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കാമെന്ന്, അങ്ങ് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞതായിരുന്നു. അങ്ങനെയായിരുന്നു വസുദേവർ ചെയ്യുന്നത് എന്നാണ് കംസൻ വിചാരിച്ചത്. പക്ഷേ വസുദേവർ അത് തെറ്റിച്ചുകൊണ്ട് സ്വന്തം മകനെ രക്ഷിക്കാനായിട്ട് അത് നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് ആക്കിയിരിക്കുകയാണ്. അങ്ങനെ ദേഷ്യം കൊണ്ട് കംസൻ എന്ത് ചെയ്തു? വാളെടുത്തിട്ട് ആ ഒരു വസുദേവരെ കൊല്ലാനായിട്ട് പോവുകയാണ്. അപ്പോൾ നാരദൻ തടഞ്ഞിട്ട് പറഞ്ഞു, അവരെന്തായാലും ജയിലിലാക്കി വെച്ചിരിക്കല്ലേ, പിന്നെ എന്തിനാ അവരെ വീണ്ടും പോയി കൊല്ലുന്നത്? അങ്ങ് പോയി ആ കൃഷ്ണനെ പോയി കൊന്നോളൂ എന്ന് പറയാണ്. അപ്പം നാരദനെ മനസ്സിൽ ചെറിയൊരു ചിരിയുണ്ട് കേട്ടോ ഇതൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഈ സമയത്ത് കംസൻ അത് ശരിയാണെന്ന് പറഞ്ഞിട്ട് കംസൻ്റെ മുഖത്ത് ആ ഭാവം, നാരദൻ ചെറുതായിട്ട് ചിരിക്കുന്നുണ്ട്. കാരണം എന്താ? ഇതൊക്കെ പോയിട്ട് കംസൻ്റെ മുന്നിൽ പറയണം എന്ന് പറഞ്ഞത് ഭഗവാൻ തന്നെയാണ്. കാരണം ഭഗവാന് കംസവധം, ഭഗവാന്റെ അവതാര ലക്ഷ്യങ്ങളിൽ ഒന്നാണ് കംസവധം. അത് നടക്കണമെങ്കിൽ കംസനുമായി യുദ്ധം ഉണ്ടാവണം തീർച്ചയായിട്ടും. അപ്പം അതിനു വേണ്ടി പ്രലോഭിപ്പിക്കാൻ ഭഗവാൻ തന്നെ പറഞ്ഞു വിട്ടതാണ് നാരദനെ. അങ്ങനെ കംസന് ഇതൊക്കെ കേട്ടിട്ട് അപ്പോൾ കുറച്ചുകൂടി ഇതാക്കാൻ വേണ്ടി നാരദൻ വീണ്ടും പറയുന്നു, അങ്ങ് എത്ര വലിയ ആളാണ്, അങ്ങക്ക് എന്തോരം ബന്ധുക്കളാണുള്ളതല്ലേ, എല്ലാവരും വലിയ വീരശൂരന്മാരാണ്. അവരുടെ പേരുകളൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഇത്ര ബന്ധുക്കളാണ്, ഇന്ന യുദ്ധത്തിൽ ജയിച്ച ഇന്ന ബന്ധു അങ്ങയുടെ സുഹൃത്താണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ആ ഒരു കംസനെ പൊക്കുകയാണ്. കാരണം കംസനെ യുദ്ധം ചെയ്യാനുള്ളൊരിത് വേണേ. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് കംസന് മനസ്സിൽ ചിന്തിക്കുകയാണ്, എത്രയും പെട്ടെന്ന് ആ കൃഷ്ണനെ ഇങ്ങോട്ട് വിളിക്കണം, എന്നിട്ട് അവനുമായി യുദ്ധം ചെയ്തിട്ട് എനിക്ക് ഒരു വിജയം കൂടി എനിക്ക് നേടണം. എനിക്ക് ഇത്രയും വിജയമുണ്ട്, എനിക്കൊരു വിജയം കൂടി നേടണം. ഇത്രയും വലിയ ആളായി എനിക്ക് ആ ചെറിയ ബാലകനെ കൊല്ലാനാണോ ഇത്ര ബുദ്ധിമുട്ട്? അങ്ങനെ ചിന്തിക്കുകയാണ്. നാരദനിക്ക് ഇതൊക്കെ ഉൾക്കണ്ണുകൊണ്ട് അറിയാലോ എന്തൊക്കെ ഏകദേശം ചിന്തിക്കുന്നതെന്ന്. അങ്ങനെ നാരദൻ ഇതൊക്കെ ആലോചിച്ചിട്ട് ഈ കംസൻ കാണാതെ ഒന്ന് മനസ്സിൽ ചിരിക്കുകയാണ്. കാരണം ഈ ആരെയാണ് ഈ ചെറിയ ബാലകൻ എന്ന് പറഞ്ഞതെന്നറിയാം. ത്രിലോകത്തിനും നാഥനായ ആ ഒരു ഭഗവാൻ ഒരു സാധാരണ മനുഷ്യൻ്റെ വേഷത്തിൽ വന്നപ്പോൾ ചെറിയ ബാലകൻ എന്ന് പറഞ്ഞിട്ട് പറയാണ്. എന്നിട്ട് എനിക്ക് എളുപ്പത്തിൽ, വെറും കംസന്, ഒരു മനുഷ്യനായ കംസന് എളുപ്പത്തിൽ കൊല്ലാമെന്നും പറയുകയാണ്. അപ്പോൾ അതൊക്കെ ആലോചിച്ച് നാരദൻ ചിരിച്ചിട്ട് നാരായണ നാരായണ ചൊല്ലിയിട്ട് അവിടെ നിന്ന് പോവുക കേട്ടോ. അങ്ങനെ കംസൻ ഇനി അടുത്ത കാര്യം എന്താണ്? ഇനി അടുത്തത് ഈ കൃഷ്ണനെ വിളിക്കണമല്ലോ ഇങ്ങോട്ട്. അതിന് വേണ്ടിയിട്ട് തൻ്റെ സേനാപതിയെയും അവിടെയുള്ള എല്ലാവരെയും വിളിച്ചു വരുത്തുകയാണ്. അങ്ങനെ അവർ സംസാരിക്കാനായിട്ട് തുടങ്ങുകയാണ്. അതാണ് ഇനി അടുത്ത ഭാഗം കേട്ടോ. അപ്പം ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇന്നത്തെ ഈ ഒരു കഥയുടെ ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കംസൻ ആ ഒരു നാരദൻ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ടില്ലായിരുന്നു എങ്കിൽ കംസന് നാശം സംഭവിക്കില്ലായിരുന്നു. പക്ഷേ കംസൻ്റെ സ്വഭാവത്തിന് എന്നെക്കുറിച്ച് ഇത്ര പൊക്കി പറഞ്ഞു, അപ്പോൾ ഈ നാരദൻ പറഞ്ഞത് ശരിയാണ്, അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഭഗവത് കഥയിൽ നിന്ന് ഓരോ കഥയും നമ്മൾ ഓരോ പാഠങ്ങളാണ് പഠിക്കേണ്ടത്. അപ്പോൾ നമ്മളൊരാൾ പറയുന്ന വാക്കുകൾ നമ്മൾ കേൾക്കുമ്പോൾ അത് നമുക്ക് നല്ലതാണോ എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. അതിനുശേഷമേ പ്രവർത്തിക്കാനായിട്ട് പാടുള്ളൂ. കുറേ പ്രവൃത്തി പാടില്ല. കുറച്ച് സംസാരം, കുറേ ചിന്ത,
അതിലും കുറച്ച് പ്രവൃത്തി. അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം മുന്നോട്ട് പോവേണ്ടത്. അപ്പോൾ ഇനി അടുത്ത ഭാഗം നാളെ വരുന്നുണ്ട്. എല്ലാവരും നാളത്തെ വീഡിയോ കാണുക. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഭഗവാന്റെ നാമം ചൊല്ലിയിട്ട് കമൻറ്റിലൊന്ന് ഇട്ടോളൂ കേട്ടോ. അത്ര മാത്രം ചെയ്താൽ മതി. ഭഗവാന്റെ നാമം ഒന്ന് കമൻറ്റിൽ ഇട്ടോളൂ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഭഗവാന്റെ നാമങ്ങൾ കമൻറ്റ് ഇടാൻ പറഞ്ഞപ്പോൾ കുറേ പേരിട്ടുണ്ടായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ വലിയ സന്തോഷമായി. അപ്പോൾ ഇന്നും എല്ലാവരും അതുപോലെ ഭഗവാന്റെ നാമങ്ങൾ കമൻറ്റിലിടണേ. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു.